സ്നേഹമുള്ള എല്ലാ എൻ്റെ കൂട്ടുകാർക്കും ഇന്ന് ഞാൻ ടെറസിലെ നമ്മുടെ ബുഷ് ഓറഞ്ചിൻ്റെ കൃഷിയെക്കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ റംബുട്ടാൻ ഇട്ടിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ല, ഓരോ ദിവസവും ഓരോ ആഴ്ച ഞാൻ ഓരോ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റൊക്കെ ചെയ്ത് വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ എന്നോട് അറിയിക്കണം. അപ്പം ഞാൻ ജോലി കഴിഞ്ഞ് വന്ന് 1 മണിക്കൂർ ടെറസിലെ കൃഷി പരിപാലിക്കുന്ന ഒരാളാണ്. അപ്പം നിങ്ങൾക്കും അതുപോലെ പറ്റും എന്നുള്ളത് വിചാരിച്ചാണ് ഞാൻ ഈ ഓരോ വീഡിയോയും ഇടുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ യൂട്യൂബിൽ കണ്ട് ചെയ്ത് പഠിച്ച കൃഷിയാണ്. അപ്പം ഞാനും പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നോക്കിയില്ലേ, എൻ്റെ ബുഷ് ഓറഞ്ച് എന്തുമാത്രം നല്ലോണം കിളിച്ച് റെഡിയായി നിൽക്കുന്ന കണ്ടില്ലേ. അപ്പോൾ അത് കാണുമ്പോൾ നല്ല മനസ്സിന് നല്ലൊരു സന്തോഷം തോന്നുന്നില്ലേ. അതുപോലെ നിങ്ങളും ചെയ്യുക. ഈ ബുഷ് ഓറഞ്ച് എന്ന് വെച്ചാൽ കേരളത്തിലെ എല്ലാ കാലാവസ്ഥകളിലും പിടിക്കുന്ന ഒരു ഫ്രൂട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. ഇഷ്ടംപോലെ വൈറ്റമിൻ സി ഉള്ള കാര്യം നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതിന് വലിയ കെയറൊന്നും വേണ്ടാന്നും അറിയാം. ഈ പേരയ്ക്കായ്ക്ക്, ഓറഞ്ച്, ഈ ഇങ്ങനെ പുളി ഐറ്റംസ്, ഇങ്ങനെയുള്ളതൊന്നും വലിയ നാരങ്ങ, ഇതൊന്നും വലിയ കെയർ വേണ്ടാത്തതാണ്. എന്നാലും ഞാൻ മറ്റ് ഫ്രൂട്ട്സ് ഐറ്റംസ് ചെയ്യുന്ന വളം അതിനും ചെയ്യുന്നത് കൊണ്ടായിരിക്കാം പടച്ചവന് ഇത്രയും ഫലവൃക്ഷമായിട്ട് ഫലം എനിക്ക് തന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് നടന്ന രീതി ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. അപ്പോൾ എപ്പോഴും കൃഷി ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ കറുത്ത പോട്ട എടുക്കാവോ, അതിലെന്തോ ലക്കുണ്ടെന്നൊക്കെ പറയുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. നിങ്ങളും അതുപോലെ ചെയ്യുക. നല്ല മൂടി നല്ല വിസ്താരമുള്ള ഒരു ഡ്രം എടുക്കുക. ഞാൻ കാണിച്ച പോലെ ഇതിനകത്ത് 250 ml ഒരു ഡ്രമ്മാണ്. വെള്ളം നല്ലോണം വാർന്നു പോകുന്നൊരു പോട്ടാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യം കുറച്ച് തൊണ്ടൊക്കെ ഇടുന്നു, പിന്നെ കുറേ ഇഷ്ടിക 2-3 ഇടുന്നു. അത് കഴിഞ്ഞ് പിന്നെ മണ്ണ്, ആ മണ്ണിനകത്ത് നമ്മൾ ചകിരിപ്പൊടിയും, അല്ല ചകിരിപ്പൊടി ഇല്ലെങ്കിൽ അറക്കപ്പൊടി, അല്ല വേപ്പും പിണ്ണാക്കും, കുറച്ച് ഒരു പിടി എല്ലുപൊടി, അതൊക്കെ ഇട്ടിട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൂട്ടിയെടുക്കുന്നതാണ്. അത് നമ്മൾ 2 പിടി ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് കുറച്ച് കരികലയും പച്ചയെന്ന് കൈ കിട്ടുന്നതൊക്കെ ടെറസിൽ തൂത്ത് വരുന്ന എല്ലാ പച്ചിലകളൊക്കെ ഞാൻ അതിനകത്ത് ഇടാറുണ്ട്. എന്നിട്ട് കുറച്ച് മണ്ണൂടി ഇട്ടിട്ട് നമ്മുടെ ഈ തൈ വെക്കുന്നു. തൈയുടെ മണ്ണിൻ്റെ ഒക്കെ മണ്ണ് കുറച്ച് കളഞ്ഞിട്ട് വേണം വെക്കാൻ. അത് കഴിഞ്ഞ് വീണ്ടും ഈ പൊട്ടി കാണുന്ന പോലെ 3/4 മണ്ണ് നിറച്ച് നമ്മൾ തൈ അങ്ങ് നടന്നു. ഇപ്പം ഞാൻ കുറച്ച് കക്കപ്പൊടി വിതറിയിട്ടുണ്ട്, കാരണം മഴക്കാലമല്ലേ. ഞാനിപ്പം ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പം തന്നെ മഴ പെയ്യുകയാണ്. അപ്പം മഴക്കാലമാകുമ്പോൾ നമ്മളിത് ഇട്ട് കൊടുത്താൽ പുഴുവൊക്കെ ഇങ്ങനെയൊക്കെ നശിച്ചു പോകും, ശംഖൊക്കെ പോലുള്ള സാധനങ്ങൾ കയറും. പിന്നെ ഇതിനകത്ത് നമ്മൾ ചെറിയൊരു സൈസ് പച്ചപ്പുഴുണ്ട്. അത് നമ്മൾ ശരിക്കൊന്ന് കെയർ ചെയ്താൽ, നമ്മൾ ഈ 1 hour ഞാൻ എല്ലാ ഫ്രൂട്ട്സും ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ ചെറിയ പുഴുവിനെ കണ്ടെങ്കിൽ കൊല്ലാൻ പേടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കോഴിക്ക് പിറക്കി ഇട്ടാണ് കൊടുക്കാറുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് അത്യാവശ്യം ഇതിന് വേണ്ട നൈട്രജനാണ്. അതറിയാമല്ലോ, നൈട്രജൻ നിങ്ങൾക്ക് ചാണകം ഇട്ട് കഴിഞ്ഞാൽ നൈട്രജൻ അതിന് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. ടെറസ് ആകുമ്പോൾ നല്ലോണം വെയിൽ കിട്ടും. നിങ്ങൾക്ക് പറമ്പിലും ഇത് വെക്കാവുന്നുള്ളതേ ഉള്ളൂ. പറമ്പിലാകുമ്പോൾ ഇത് കുറച്ചുകൂടെ ഹൈറ്റിലൊക്കെ അങ്ങ് പോകും കേട്ടോ. ഡ്രം ആകുമ്പോൾ നമ്മൾ പ്രത്യേകം കൃഷി ചെയ്യാൻ കാരണം ഡ്രമ്മിനകത്ത് മാസത്തിൽ 2 തവണ വളം ചെയ്യണം. അപ്പോൾ ആ വളം എന്ന് വെച്ചാൽ ഞാൻ ഈ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുള്ളൂ. പിന്നെ ഇടയ്ക്ക് ചാരപ്പൊടി ഇട്ട് കൊടുക്കും. മുട്ടത്തോട് കയ്യിലൊക്കെ ഇട്ടുന്നൊക്കെ ചെറുപ്പിച്ച് ഇട്ട് കൊടുക്കും. അത് പൊടിച്ചിട്ട് കൊടുക്കും. പിന്നെ അടുക്കളയിലെ കമ്പോസ്റ്റ് അറിയാലോ, അത് ഈ ബക്കറ്റിൽ വെച്ചത് കഞ്ഞിവെള്ളവും കൂടി ഒഴിച്ച് അടുക്കളയിലെ പച്ചക്കറി വേസ്റ്റുകളെല്ലാം കൂടി ചേർന്ന് ഒരു 3-4 ദിവസം പുളിക്കും. അത് പിന്നെ ഡൈലൂട്ട് ചെയ്ത് എല്ലാത്തിനും ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. അതിന് ഇച്ചിരി കിട്ടും. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത്, ഇതിന് നൈട്രജൻ ചാണകത്തിൽ നിന്ന് ഓൾറെഡി കിട്ടും. പിന്നെ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്, ഈ ചെറിയ പൂവും കായും ഇതിനകത്ത് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കിത് കട്ട് ചെയ്യാൻ തോന്നത്തില്ല. എല്ലാ ഫലവൃക്ഷങ്ങളും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് കൂടുതൽ ഫലങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ഇത് നമുക്ക് കട്ട് ചെയ്യാൻ മനസ്സ് തോന്നത്തില്ല. ഇങ്ങനെ ചെറിയ പൂവും കായും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ മണ്ട ഒന്ന് ഞുള്ളി കൊടുക്കുമ്പോൾ നല്ല ബുഷായിട്ട് വരും. അതുകൊണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫലം കിട്ടും. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഇത്രയും ഫലങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എൻ്റെ സൾഫേറ്റ് ഓഫ് പൊട്ടാഷാണ്. അത് ഞാൻ ഈ കൃഷിയുടെ ക്ലാസ്സുകളിൽ നിന്ന് കേട്ടതാണ്. ഈ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ഇങ്ങനെ അറിയാമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 3 ലിറ്റർ വെള്ളത്തിൽ 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലിട്ട് സ്പ്രേ ചെയ്യും. എല്ലാത്തിനും സ്പ്രേ ചെയ്യുമ്പോൾ അതിനും കൂടെ സ്പ്രേ കിട്ടും. അപ്പോൾ മാസത്തിൽ 2 പ്രാവശ്യം നമ്മൾ ചാണകം ഇട്ട് കൊടുക്കണം. അപ്പോൾ 15 ദിവസം കൂടുമ്പോൾ. പക്ഷേ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന് പറയുന്ന സാധനം സ്പ്രേ ചെയ്യുന്നത് ഞാൻ 3 മാസം കൂടുമ്പോൾ. അതായത് എപ്പോഴാണോ അതിന് പൂവും കായും പൊടിഞ്ഞ് തുടങ്ങുമ്പോൾ ആ സമയത്താണ് ഇത് സ്പ്രേ ചെയ്യുന്നത്. ഞാൻ ഇത് സ്പ്രേ ചെയ്യുമ്പം ഇല കരിയത്തില്ല, പൂക്കൾ കൊഴിയത്തില്ല, കായ്ഫലം കൊണ്ട് നമ്മൾ ഉറച്ച് പിടിക്കുകയും ചെയ്യും. ആ കിട്ടുന്നതെല്ലാം നമുക്ക് കായായിട്ട് വരികയും ചെയ്യും. പിന്നെ ബുഷ് ഓറഞ്ചിലാണെങ്കിൽ ദിവസവും കായാണ്. ഇതിൻ്റെ ജ്യൂസാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴും പിള്ളേർ സ്കൂളിൽ വിട്ട് വരുമ്പോഴും ഒരു 5 6 ഒക്കെ എടുത്തിട്ട് നല്ല കട്ട് ചെയ്യും. കട്ട് ചെയ്യുമ്പോൾ നല്ല തന്നെ ചുമന്ന് കാണാൻ നല്ല രസമാണ്. അത് 5 പിഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പുതിനയില ഉണ്ടല്ലോ, കുറച്ച് പുതിനയില ഇടും. നല്ല പച്ചമുളക് അങ്ങോട്ടങ്ങ് ഇട്ടിട്ട് ഇച്ചിരി പഞ്ചസാര ഉപ്പും ചേർത്ത് അങ്ങോട്ട് കുടിക്കുമ്പോൾ മക്കളെ എന്താ ടേസ്റ്റ് എന്നറിയാമോ.
അപ്പം നമുക്കൊരു ചിലവും ഇല്ല. ആരെങ്കിലും വീട്ടിൽ വിരുന്നുകാർ വന്നാലും ഓടിപ്പോയി പിള്ളേരോട് പറയുക 3-4 പറിക്കുന്നു, വന്ന് പെട്ടെന്ന് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നു. അവർ ചോദിക്കും, അക്ക ഇത് എന്തോ ടേസ്റ്റാണ്, എന്ത് ജ്യൂസാണ് നമ്മൾ പറയാൻ പറ്റും. അവർക്ക് തന്നെ ഒരു വെറൈറ്റി തോന്നും, നല്ല ടേസ്റ്റാണെന്ന് പറയും. കാരണം ഇച്ചിരി പച്ചമുളകാണ്, എരി കൂടി പോയല്ലേ. അപ്പം അതുകൂടി ഇട്ടെങ്കിലേ അതിൻ്റെ ആ ടേസ്റ്റ് എടുത്തു. കാരണം ഇത് നല്ല പുളിയുള്ളൊരു ഓറഞ്ചാണ്. അപ്പോൾ നമുക്ക് ഈ നാരങ്ങയുടെ പിറകിലൊന്നും പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാണ്, നിങ്ങളും എല്ലാം അതുപോലെ തന്നെ ചെയ്യുക. നിങ്ങൾക്ക് ദൈവം അതുപോലെ അതിൻ്റെ ഫലം തരട്ടെ.